ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ചാത്തൻസ് ഡേ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ദിവസവും കൊലപാതകം, എന്നും കൊലപാതകം. ഇന്ന് ഒരു കൊലപാതകമാണെങ്കിൽ തൊട്ടടുത്ത ദിവസം വീണ്ടും കൊലപാതകം. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇപ്പം നടന്നതാണ് നെന്മാറ കൊലപാതകം. 2 പേരെ വെട്ടിക്കൊന്നു. അതിന് മുന്നേ നടന്നതാണ് ചേന്നമംഗലം കൊലപാതകം. ചേന്നമംഗലം കൊലപാതകത്തിലാണെങ്കിൽ 3 പേരെയാണ് ഋതുജയൻ എന്നും പറഞ്ഞൊരു നരാധമൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ, അവനെയൊക്കെ നരഭോജി, മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന സാധനം. അപ്പം ആ നരഭോജിയായിട്ടുള്ള ഋതുജയൻ, എനിക്ക് ആരാന്നോ എന്തോ പേരിട്ടെ, എന്തോ ആവട്ടെ, ആ ഋതുജയൻ എന്നും പറഞ്ഞ് ഒരുത്തൻ കയറി ഒരു വീട്ടിലെ അച്ഛനെയും അമ്മയും അവരുടെ മകളെയും കൂടെ വെട്ടിക്കൊന്നു. അതുപോലെ തന്നെ ഇന്നലെ ഒരു നാശം പിടിച്ചവൻ, അവൻ്റെ പേരെന്തുവാ, ചെന്താമര, എന്തോ ഒരു താമരയോ എന്തോ, ചെന്താമര, താമരയ്ക്കൂടെ പേര് ദോഷമായി അവൻ്റെ പേര് കാരണം. ചെന്താമര എന്ന് പറയുന്നവൻ കയറിയിട്ട് ഇന്നലെ ഒരു വീട്ടിലെ 2 കുട്ടികളുടെ അച്ഛനെയും വെട്ടിക്കൊന്നു, അമ്മയെയും വെട്ടിക്കൊന്നു, മുത്തശ്ശിയെയും വെട്ടിക്കൊന്നു. സെയിം 2 അവന്മാരും കാണിച്ചത് ഒരു വീട്ടിലെ 3 പേരെ കൊല്ലുകയാണ് ചെയ്തത്. ഇങ്ങനൊരു വീഡിയോ എടുത്ത് ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത് ചെയ്തേ ഒക്കത്തുള്ളൂ എന്നുള്ളത്. കാരണം ഇവന്മാർ ഈ കൊന്നപ്പം അനാഥമായത് 2 ബാല്യങ്ങളാണ്, 2 കുട്ടികളാണ്. അവിടെയും 2 പെൺകുട്ടികളാണ്. ഋതുജയൻ ഇങ്ങനൊരു വൃത്തികേട് കാണിച്ച് ഇങ്ങനൊരു കൊലപാതകം നടത്തിയപ്പോൾ 2 പെൺകുട്ടികൾ അനാഥമായിപ്പോയി. ഇവിടെയും ഒരച്ഛനെയും അമ്മയും മുത്തശ്ശിയും വെട്ടിക്കൊന്നപ്പോൾ 2 പെൺകുട്ടികൾ അനാഥമായിപ്പോയി. ഇന്നലെ ആ പെൺകുട്ടികൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഉണ്ട് കേട്ടോ. അത് ഈ കേരളീയ ജനത മൊത്തത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയോട് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ കൊലയും നടത്തി ചെല്ലുന്നവനെ തിന്ന് കൊഴുപ്പിച്ച് നല്ല മൃഷ്ടാന്ന ഭോജനമൊക്കെ നൽകി കൊഴുപ്പിച്ചിറക്കി വിടും. വീണ്ടും എന്തോ കാണിക്കാനായി ഈ സമൂഹത്തിലോട്ട് ഇങ്ങനെയുള്ളവന്മാരെ ഇറക്കി വിട്ടിട്ട്, എന്നിട്ട് ഇവന്മാർക്കൊക്കെ സൈഡിൽ ഒരു ഓമനത്തുള്ളൊരു പേരും അങ്ങ് ഇട്ട് കൊടുക്കും. എന്തോ പേരിട്ട് കൊടുക്കുന്നതോ, മാനസിക രോഗി. എന്തൊരു രോഗി? മാനസിക രോഗി. മാനസിക രോഗം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഒരിക്കലുമല്ല, മാനസിക രോഗം കൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. അവർക്ക് നല്ല കൃത്യമായ മാനസികമായിട്ടുള്ള അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ശത്രുതയും പകയും വെച്ച് പുലർത്താനും ഇവരെ ഇങ്ങനെ ലക്ഷ്യം വെച്ച് ഇവരെ തന്നെ കൊല്ലാനും സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാനസിക രോഗി എന്ന് പറയുന്ന ഒരു ലേബൽ എഴുതി ഒട്ടിച്ച് ഇവന്മാർക്ക് നിയമത്തിൻ്റെ ആനുകൂല്യം മേടിച്ചു കൊടുക്കുന്നത് നമ്മുടെ പോലീസ് തന്നെ. യഥാർത്ഥ മാനസിക രോഗി എന്താണെന്നുള്ളത് അവർക്കറിയില്ല. ചുമ്മാ ഏതെങ്കിലും ഇപ്പോൾ ഇരിക്കുന്ന ഡോക്ടർമാരുടെ അടുത്ത് ഡോക്ടറെ എനിക്ക് 4 ദിവസം ഉറക്കമില്ല, ഇയാൾക്ക് മാനസിക രോഗത്തിൻ്റെ ആരംഭമാണ് എന്ന് പറഞ്ഞ് ഗുളിക എഴുതി തരുന്ന മാനസിക രോഗ ഡോക്ടർമാരും ഉണ്ട്. ഡോക്ടറെ അടുത്ത് ഡോക്ടറെ എനിക്ക് വട്ടില്ല എന്ന് പറയുമെങ്കിൽ ആ വട്ടില്ലെന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും വട്ട എന്ന് പറയുന്ന ഡോക്ടർമാരും ഉണ്ട്. അപ്പം അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ എടുത്തു പോയേ വെച്ചാൽ അവിടെ ചെന്നിരുന്ന ഡോക്ടറെ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡാണ്, എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്, എനിക്ക് അങ്ങനെയാണ്, സ്ട്രെസ്സാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന് പറയുമ്പോഴത്തേന് ഡോക്ടർ തീരുമാനിക്കും ആളിൻ്റെ മാനസിക നിലയിൽ അസുഖമാണെന്ന്. എന്തോത്തിൻ്റെ അസുഖം? ഒരസുഖവും ഇല്ല. യഥാർത്ഥ മാനസിക രോഗി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പ് പലയിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനത്തെ മാനസിക രോഗികളില്ല. തെരുവുകളിൽ അലയും യഥാർത്ഥ മാനസിക രോഗികൾ. ഊരും പേരും വീടും നാടും അറിയാൻ വയ്യാണ്ട്, താൻ ആരാണെന്നോ എന്താണെന്നോ എന്ത് ചെയ്യുന്നെന്നോ അറിയാണ്ട് അലഞ്ഞു നടക്കും മാനസിക രോഗികൾ. കാരണം അതെന്താണ്? അവരുടെ മനസ്സിനും തലച്ചോറിനും ഒന്നും അറിയാൻ പറ്റുന്നില്ല അവരെന്താണെന്ന്. അല്ലാതെ കൃത്യമായിട്ട് ഇല്ല അങ്ങേലെ രായൻ എൻ്റെ ശത്രുവാണ് എന്ന് ചിന്തിച്ച് മനസ്സിനകത്ത് ബോധ്യപ്പെടുത്തി വെക്കാൻ മനോനിലയുള്ളവൻ മാനസിക രോഗി അല്ല. അവൻ മാനസിക രോഗിയല്ല. അവനിലുള്ളത് ക്രിമിനൽ മൈൻഡാണ്. അവൻ ക്രിമിനലാണ്. ക്രിമിനൽ പറയാൻ പറ്റത്തില്ല, അവൻ രാക്ഷസനാണ്. അതായത് വൈരാഗ്യ ബുദ്ധി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ആൾക്കാർ. നമ്മളൊക്കെ മനുഷ്യരാ. നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് നമ്മളെ ഉള്ള ഒരു കാലം എല്ലാവരെയും കാണുമ്പോൾ ഈന്ന് ചിരിച്ച് കിടക്കുന്ന ആൾക്കാരൊന്നും അല്ല. ശത്രുതയും വിരോധവും ഒക്കെ ഉണ്ടാവാം. മനുഷ്യ സഹജമാണ്. അസൂയ, കുശുമ്പ്, ശത്രുത, വിരോധം ഇതെല്ലാം മനുഷ്യ സഹജമാണ്, മനുഷ്യനിൽ ഉണ്ടാവുന്നതാ. തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ നമ്മുടെ അയലത്തുകാരുമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ശാശിശി ഉണ്ടായെന്നിരിക്കാം, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കാം. പക്ഷേ നമ്മളൊരു കാലവും ആ ഒരു പ്രശ്നം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഇവൻ എന്നെ ഇങ്ങനെ ചെയ്തു, ഇവൻ്റെ ഉന്മൂല നാശം കാണണം, ഇവനെ അങ്ങനെ ചെയ്യണം, ഇവനെ ഇങ്ങനെ ചെയ്യണം, അതെന്ന് പറഞ്ഞ ക്രിമിനൽ മൈൻഡാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ചിലപ്പോൾ സംസാരങ്ങളൊക്കെ ഉണ്ടാവും. ആ സാഹചര്യത്തിൽ അങ്ങനെ സംസാരിക്കേണ്ടി വന്നു, കഴിഞ്ഞു, ഇപ്പം പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ളവൻ യഥാർത്ഥ മാനസിക അവസ്ഥയുള്ളവനാണ്. അതായത് നല്ല മാനസിക അവസ്ഥയുള്ളവൻ. അവന്
അവനിലുള്ളത് നല്ലൊരു മൈൻഡ് സെറ്റാണ്. അതായത് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് കണക്ക് കൂട്ടാൻ പറ്റുന്ന ആൾക്കാർ. അല്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നത്തെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, ഇവൻ നശിക്കണം, അവൾ നശിക്കണം, ഇവൾ നശിക്കുന്നത് എനിക്ക് കാണണം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഉള്ളിലുള്ളത് മാനസിക രോഗമല്ല, ക്രിമിനൽ മൈൻഡ്, ദുഷിച്ച ചിന്താഗതി എന്നേ ഞാൻ പറയൂ. ദുഷിച്ച ചിന്താഗതി. യഥാർത്ഥ മാനസിക രോഗം എന്തുവാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ മാനസിക രോഗിക്ക് താൻ ആരാണെന്നറിയാൻ സാധിക്കത്തില്ല, താൻ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ സാധിക്കത്തില്ല. അവനൊരിക്കലും ആരെയും കത്തിയെടുത്തുകൊണ്ട് ഇന്ന് വെട്ടിക്കൊല്ലാനൊന്നും പോകത്തില്ല യഥാർത്ഥ മാനസിക രോഗി. അവൻ അന്തവും കുന്തവും ഇല്ലാത്ത ചിന്തയിൽ ഇങ്ങനെ ലോകത്തിൽ നടന്ന് ഇല്ലാത്ത മരത്തെ നോക്കി, ഈ നിൽക്കുന്ന മരത്തിനെ നോക്കി അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ചിന്തിച്ച്, അതായത് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് സങ്കല്പിക്കും മാനസിക രോഗി. ചിലപ്പോൾ ഈ നിൽക്കുന്ന മരത്തെ കാണുമ്പോൾ അവന് തോന്നുമോ, ഇവൻ എന്നോട് ശത്രുതയോടുകൂടി നിൽക്കുന്ന ഒരാളാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ മാറി നില്ലടാ മറ്റേ മോനെന്നായിരിക്കും ആ മരത്തിനോട് പറയുന്നത്. പക്ഷെ അത് മരമായിരിക്കും, അവിടെ ആരും ഇല്ല. കാര്യം പുള്ളിക്ക് ഈ നിൽക്കുന്ന ആൾ എന്നെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന, എൻ്റെ എതിരെ നിൽക്കുന്ന ഒരു പ്രതിയോഗിയായിട്ട് മാത്രമേ തോന്നത്തുള്ളൂ. അത് ഇന്നാരെന്നൊന്നും ഇല്ല മാനസിക രോഗികൾക്ക്. എനിക്കറിയായിരുന്നു ഒരുപാട് മാനസിക രോഗമുള്ള ആൾക്കാരെ. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഇത്രയും കാലം വളർന്നു വന്നതിനിടയ്ക്ക് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഞങ്ങളുടെ വീടിനടുത്ത് എൻ്റെ വളരെ ചെറിയ പരുവത്തിൽ രാഘവൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇപ്പം മരിച്ചുപോയി. പുള്ളിക്കാരൻ്റെ കുടുംബക്കാരെ പോലും എനിക്കറിഞ്ഞുകൂടാ. അപ്പം പുള്ളി ഇങ്ങനെ ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പുള്ളി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വന്നിരിക്കും. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് ഞങ്ങളെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുള്ളിക്കാരന് നല്ല അറിവാണ്, വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണെന്ന്. അപ്പോൾ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് വരും, കുറേ പ്ലാവലകൾ കൂട്ടിയിട്ട് ഇങ്ങനെ പിച്ചി കീറി ഇങ്ങനെ കൂമ്പേറ്റം പോലെ കൂട്ടി വെക്കും. ആ പ്ലാവലകൾ പിച്ചി കീറി. പുള്ളിക്കറിയില്ല പുള്ളി ആരാണെന്നറിയില്ല. എന്ത് ചെയ്ത് പിന്നെ നടന്നു വരും. നമ്മുടെയൊക്കെ വീടുകളിൽ വന്നിട്ട് വയറ് വിശക്കുന്നെങ്കിൽ വന്ന് ഭക്ഷണം ആഹാരം തരാമോ എന്ന് ചോദിക്കും. നമ്മുടെയൊക്കെ ആൾക്കാർക്ക് ഇയാൾക്ക് ഇങ്ങനെ സുഖമില്ലാത്ത ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് കൊടുക്കും. അല്ലാതെ അയാൾ ആരോടും വ്യക്തിവിരോധം വെച്ചുകൊണ്ട് നടന്നതായിട്ടോ ആരെയും വെട്ടിക്കൊന്നതായിട്ടോ എനിക്കറിയത്തില്ല. പിന്നെ വേറൊരാളുണ്ടായിരുന്നു, എൻ്റെ തന്നെ ഒരു അണ്ണൻ, ഞങ്ങളുടെ ഒരു ബന്ധത്തിലുള്ള ഒരു അണ്ണൻ. ആ അണ്ണനും ഇതുപോലെ മാനസിക രോഗം ഉണ്ടാവുമായിരുന്നു. ആ അണ്ണന് മാനസിക രോഗം ഉണ്ടാകുന്നതായ സമയത്ത് ആ അണ്ണൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും അങ്ങ് പോവുക. അത് ഇന്നാരെ കൊല്ലാനും വേണ്ടി പോകുമൊന്നുമല്ല. എവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടെങ്കിലുമൊക്കെ കാണുന്ന വഴിയേ അങ്ങ് യാത്ര ചെയ്യുക. പിന്നെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇന്നാൾ ഇന്നടുത്തുണ്ട്, ഇന്ന വഴിയെ പോകുന്ന കണ്ടു, അല്ലെ ഇന്നടുത്തോട്ട് പോകുന്ന കണ്ടു, അല്ലെ ഇന്നാരുടെ വീട്ടിലോട്ട് ചെന്നു എന്ന് ഇതിൻ്റെ ഇടയ്ക്ക് അറിയാത്തവരുടെ വീട്ടിൽ കയറിയിട്ടും അടി കിട്ടും പുള്ളിക്ക്, പാവപ്പെട്ടവന്. കാരണം പുള്ളിക്ക് അറിയില്ലല്ലോ ഇത് ബന്ധുവാണോ ശത്രുവാണോ എന്ന്. പിന്നെ എന്തോ ഒരു ഇതിൻ്റെ ബേസിൽ പുള്ളി ഇങ്ങനെ പോകുന്നു, ഓരോരുത്തടുത്ത് പോകുന്നു, അങ്ങനെ പോകുന്നു. പുള്ളിയിൽ മാനസിക രോഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നിൽക്കുന്ന വാഴയൊക്കെ നോക്കിയിട്ടില്ല, നിൽക്കുന്നവൻ എന്നെ വെട്ടിക്കൊല്ലാൻ നിൽക്കുവാണ് എന്ന് പറയുമ്പോഴാണ് നമ്മളറിയുന്നത്, ഓഹോ എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അല്ലാണ്ട് ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ ശത്രുത വെച്ചുകൊണ്ട് നടന്നിട്ട് 1 കൊന്നാലും 9 കൊന്നാലും എനിക്ക് തൂക്കുകയറാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയേ ഉള്ളൂ ശിക്ഷ എന്ന് പറയുന്നതല്ല യഥാർത്ഥ മാനസിക രോഗി. മാനസിക രോഗം എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്നതോ ഊരോ പേരോ നാടോ ബന്ധുക്കളെയോ മിത്രങ്ങളെയോ ഒന്നും അറിയാൻ സാധിക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ അണ്ണനില്ലേ, ആ അണ്ണന് മാനസിക രോഗമായിട്ടിരുന്ന സമയത്ത് നമ്മൾ ആ അണ്ണന് പഴം കഴിക്കാൻ കൊടുത്തു, ഏത്തപ്പഴമാണ് കൊടുത്തേ. അണ്ണ അന്തസ്സായിട്ട് ആ പഴം ഇങ്ങോട്ട് മേടിച്ചിട്ട് ആദ്യമേ ആ പഴത്തിൻ്റെ തൊലി അങ്ങ് പിച്ചി അങ്ങ് തിന്നു. ആ പഴം എടുത്ത് കുറച്ചൊക്കെ മുറിച്ചങ്ങ് കളഞ്ഞ് ഇച്ചിരി പഴം തിന്നുകയും ചെയ്തു. അപ്പോൾ ആ അണ്ണനോട്, ഞാൻ അന്ന് വളരെ കുഞ്ഞാണ്, ഞാൻ അണ്ണനോട് ഞാൻ ചോദിച്ചു, അണ്ണ എന്തിനാ തൊലി തിന്നേ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇതാ മോളെ ടേസ്റ്റ്. മോളാന്നറിയാം, കുഞ്ഞാന്നറിയാം അത്. അപ്പം കാര്യം വെച്ചാൽ പുള്ളിക്കാരൻ കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. എങ്കിൽ പോലും പഴമേതാ തൊലി ഏതാണെന്നറിയാൻ വയ്യാതിരിക്കുന്ന ആളാണ് മാനസിക രോഗി. അല്ലാതെ ഒരാളിനോട് വ്യക്തിവിരോധം വെച്ച് ശത്രുതയോടുകൂടി ഇരുന്ന് ഇങ്ങനെ വിരോധത്തോടുകൂടിയും വെറുപ്പോടുകൂടിയും വൈഷമ്യത്തോടു കൂടി ഇരുന്ന് ഒരാളിനെ കൊല്ലാനുള്ള പകയുള്ള ആളൊന്നും അല്ല മാനസിക രോഗി. മാനസിക രോഗം എന്ന് പറയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവരുടെ മനസ്സിനെ ഒന്നിൽ തന്നെ ഏകീകരിച്ച് വെക്കാൻ അവർക്ക് സാധിക്കില്ല. അവരുടെ മനസ്സിങ്ങനെ കൈവിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകും. അതായത് ഇവിടെ നിൽക്കുമ്പോൾ അവർക്ക് തോന്നും അവരിവിടെ അല്ല നിൽക്കേണ്ടുന്നത്, അവരങ്ങ് എവിടെ പറയുന്നത് കൊച്ചിയിലിരിക്കേണ്ടുന്ന ആൾക്കാരാണെന്ന്. അല്ലെങ്കിൽ അവർക്ക് അന്നേരം തോന്നും ഞാൻ ഇവിടെ ഇരിക്കേണ്ടുന്നില്ല, ഞാനങ്ങ് പ്രധാനമന്ത്രിയുടെ അപ്പുറത്ത് കസേര ഇട്ടിരിക്കേണ്ടുന്ന ആളാന്ന് തോന്നും. അതാണ് മാനസിക രോഗി. കാരണം അവരുടെ മനസ്സിനെ അവർക്ക് ഏകീകരിച്ച് ഒരിടത്ത് തന്നെ വെക്കാൻ സാധിക്കത്തില്ല. അവരുടെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. മനസ്സിനെ സ്ഥിരമായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ് മാനസിക രോഗം. എനിക്ക് മാനസിക രോഗം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനാണെന്നും ഞാൻ എന്താണെന്നും എനിക്ക് ചെയ്യാനും പറയാനും പറ്റുന്നത്. പക്ഷേ എനിക്ക് മാനസിക രോഗം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ എനിക്കത് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാർക്ക് മാനസിക രോഗി എന്നുള്ള ഒരു പട്ടം അങ്ങ് കൊടുക്കും.
പട്ടം അങ്ങ് കൊടുത്തിട്ട് നീ ആരെ കൊന്നിട്ട് വന്നാലും കൊലപാതകം ചെയ്തിട്ട് വന്നാലും നീ എന്ത് വൃത്തികേട് കാണിച്ചിട്ട് വന്നാലും അപ്പോഴേ സർട്ടിഫിക്കറ്റ് ഉണ്ട് മാനസിക രോഗി. ചില കോടതിയിലോട്ട് ചെല്ലുമ്പോൾ മാനസിക രോഗിയാണ്. മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ ബേസിൽ നീ ഇങ്ങനെ ചെയ്തിയാ പൊയ്ക്കോ, നീ ചെന്ന് കയറിക്കൊടി. ഇനി അടുത്തവനെയും കൂടെ അങ്ങ് ചെല്ല്, അടുത്തവൻ്റെ നെഞ്ചത്തൂടെ ചെന്ന് കയറി അവനെയും കൂടെ അങ്ങ് തല്ലിക്കൊല്ല്, അല്ലെ അവനെ അങ്ങ് വെട്ടിക്കൊല്ല്. 3 എണ്ണത്തിനെ അവനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു മാനസിക രോഗിയാന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്. ഋതു ജയൻ ചെന്താമര അവനും എന്താ മാനസിക രോഗിയാ. എന്തോത്തിൻ്റെ മാനസിക രോഗമാ? ഒരു മാനസിക രോഗവും ഇല്ല. ഇവനൊക്കെ നല്ല അടി കിട്ടാത്തതിൻ്റെ കുഴപ്പം. അതാണ്ട് അതിന് മുന്നേ ഒരു ദിവസം മകൻ വന്നിട്ട് അമ്മയെ അങ്ങ് വെട്ടിക്കൊന്നു. അമ്മ രോഗിയാണ്. അപ്പം അവൻ ജയിലിൽ കിടന്നിട്ടൊക്കെ വന്നതുമാണ്. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നതെന്നറിയാവോ? ജയിലിൽ നിന്ന് കിട്ടുന്ന സുഖസംരക്ഷണത്തിൻ്റെ ബേസ് ചെയ്തിട്ട് ഈ ജയിലിൽ കിടന്നവന്മാരെല്ലാം വീണ്ടും വന്നിട്ട് ഇത് തന്നെ അങ്ങ് ചെയ്യുന്ന എന്താ? അവന്മാർക്ക് ഇനി പുറത്തൊന്നും നടക്കണ്ട. കാരണം ജയിലിനകത്ത് അത്രയും സുഖമുണ്ട്, അത്രയും സുഖസൗകര്യം കിട്ടുന്ന വെച്ചാൽ 4 വശവും നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോലീസുകാർ. ഇവനെയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന കാണണം. മുഖ്യമന്ത്രിക്ക് കൊടുക്കത്തില്ല അത്രയും സുരക്ഷ. പോട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി വന്ന പുള്ളിക്കാരൻ 2 കൈയും വീശി ഇങ്ങനെ റോഡിൻ്റെ നടുക്കൂടെ 5 വിരിച്ചേരി നടക്കുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരും. ഇവനെയൊക്കെ കൊണ്ടുവന്നാണ് പൊട്ടിപ്പിടിച്ച് കോഴിമുട്ട ഭദ്രമായിട്ട് വെച്ചേക്കുന്ന കണക്ക് ഇവനെയൊക്കെ കൊണ്ടുവന്ന് എന്തോത്തിനാ ഇവനെയൊക്കെ കോഴിമുട്ട കൊണ്ടുപോകുന്ന കണക്ക് കൊണ്ടുപോകുന്നേ? ഇടയ്ക്കൊക്കെ അങ്ങ് വിട്ടുകൊടുക്കണം. ജനം കയറി മേട്ടെന്ന് വെക്കണം. 4 എണ്ണം ജനത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. പോലീസുകാർക്ക് എന്തോ നഷ്ടം വരും? ഞങ്ങൾ കൊണ്ടുപോയി സുരക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഈ ജനത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഇവനൊക്കെ 4 എണ്ണം കിട്ടട്ടെന്ന് വെക്കണം. ഇവനെയൊക്കെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന കണ്ടാലുണ്ടല്ലോ, നിധികുംഭം കൊണ്ടുപോകുന്ന കണക്കാ. കൊല ചെയ്യപ്പെട്ടവൻ്റെ മക്കളും ഒക്കെ വികാരാധീനരായിട്ട് ഓടി വന്ന് ഇവനെയൊക്കെ 4 തെറിയോ അസഫിയോ ഒക്കെ പറയുമ്പോഴുണ്ടല്ലോ, ഈ പോലീസുകാരുടെ മുഖത്തെ ഒരു പുച്ഛം കാണണം. മാറുന്നില്ല അങ്ങോട്ട്, തള്ളി എറിയോ ഇതിനെയൊക്കെ. യഥാർത്ഥത്തിൽ ഇവൻ്റെയൊക്കെ മുഖത്ത് നല്ല കരിങ്കല്ല് എടുത്തു വെച്ച് ഇടിക്കാനുള്ള അവസരം കൊടുക്കണം പോലീസുകാർ. മനസ്സിലായോ? അതല്ലേ ചെയ്യുന്നത്. ഇവനെയൊക്കെ സംരക്ഷിക്കുന്ന കണ്ടാലേ ഏതാണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് മഹോത്തരമായി ഏതാണ്ട് കാര്യം ചെയ്ത മഹാന്മാരെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഇവന്മാരെ ഈ എരപ്പാളികളെ സംരക്ഷിച്ച് പോലീസുകാർ തെളിവെടുപ്പിനും അതിനുമൊക്കെ വന്നിട്ട് കൊണ്ടുപോകുന്നത്. ഇവനെയൊക്കെ തെളിവെടുപ്പിനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ജനത്തിൻ്റെ അടുത്തോട്ട് ഇട്ടുകൊടുത്ത് നോക്ക്. ഇടിച്ച് ഇഞ്ച പരുവാകുമ്പോൾ തിരിച്ചെടുത്തോണ്ട് പോകണം. എന്തിനു ഇവനെയൊക്കെ ജയിലിൽ കൊണ്ടുപോയിട്ട് തീറ്റി പോറ്റി മട്ടൻ ചിക്കൻ ബീഫ് പിന്നെ മറ്റേത് മറിച്ചേത് അവനൊക്കെ കൃത്യസമയത്ത് രാവിലെ ഇഡ്ഡലി, ഒരു ദിവസം ഇഡ്ഡലി, പിറ്റേന്ന് ഉച്ചയ്ക്ക് ലഞ്ച്, ഇതിന് മട്ടനെങ്കിൽ മട്ടൻ, ഫിഷെങ്കിൽ ഫിഷ്, മീനെങ്കിൽ മീൻ, മറ്റേത് മറിച്ചേത് എല്ലാം കൊടുത്തിട്ട് ഇവനെയൊക്കെ എന്തിനായിട്ട് കൊഴിപ്പിക്കുന്നേ ഇങ്ങനെ ചാപ്പാട് കൊടുത്ത്? ആ കൊച്ചു ചോദിച്ചതിന് അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ഇവനെയൊക്കെ കൊണ്ടുവന്ന് 3, 4, 5 വർഷം ജയിലിനകത്തോട്ട് ഇട്ടേമച്ച് മട്ടനും ചിക്കനും ദോശ ഇഡലി ഇന്നത്തെ പ്രാതലല്ല, അതായത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, പിറ്റേന്ന് ഒരു ദിവസം ചപ്പാത്തി തന്നെ, ഒരു ദിവസം ദോശ, ഒരു ദിവസം ഇഡലി. അപ്പം ഇങ്ങനെ കൃത്യസമയത്ത് ഇവൻ്റെയൊക്കെ വീട്ടിൽ കഞ്ഞിക്ക് അരി കാണത്തില്ല. ഇവൻ്റെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഇച്ചിരി ഉപ്പൊഴിച്ച് കഞ്ഞിയും കൊടുത്ത് ഇച്ചിരി മുളവിട്ട് ചാലിച്ച് ഒരു ചമ്മന്തിയാക്കി ആയിരിക്കും ഇവനൊക്കെ ഉച്ചയ്ക്ക് തിന്ന് കാണുന്നേ. ഇവനൊക്കെ ജയിലിലോട്ട് കയറി ചെല്ലുമ്പോൾ അവനൊക്കെ 3 നേരം സുഭിക്ഷമായ ഭക്ഷണം. അവിടെ ഇല്ലാത്ത ഒരു പോരായ്മ ഒറ്റയൊരു സംഗതിയേ ഉള്ളൂ. ഒരേ ബാത്റൂം തന്നെ ഇത്രയും പേര് യൂസ് ചെയ്യണം. അതായത് കുറച്ച് ബാത്റൂം കാണും, അതിനകത്ത് എത്ര പ്രതികളുണ്ടോ അവർക്കെല്ലാം ബാത്റൂമിനകത്തുണ്ടാകുന്ന അസഹ്യമായ വാടയും ഒരു ബുദ്ധിമുട്ടും. പിന്നെന്തോ ഫാനും ഇല്ല. ഇതാണ് ജയിലിലെ ശിക്ഷ. ഫാനില്ലാതെ കിടക്കണം, ഒരേ ബാത്റൂം യൂസ് ചെയ്യണം. ഇത് രണ്ടും അങ്ങ് പരിഹരിച്ചാൽ വേണ്ടാന്ന് വെച്ചാൽ പോരായോ? ബാക്കി എല്ലാം കൊണ്ടും 3 നേരത്തെ സുഭിക്ഷ ഭക്ഷണം. ഇവിടെ കിടന്ന് ചെയ്യുന്ന ജോലിയുടെ പകുതി ജോലി ചെയ്യണ്ട. ആർക്കും ആരെയും കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാവർക്കും നല്ല ഹൈ ലെവൽ ട്രീറ്റ്മെൻറ്റ്. പിന്നെന്താ അവനൊക്കെ ജയിലിൽ പോയി കിടന്നാൽ? നേരെ തിരിച്ച് ഇവനൊക്കെ ഈ കൊടുക്കുന്ന ഈ ഭക്ഷണം ഈ വളർന്നു വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ട്, ബീഫാണെങ്കിൽ ഒരു ദിവസം അവർ ആട് കൊടുക്കട്ടെ, ഒരു ദിവസം കോഴി കൊടുക്കട്ടെ, അങ്ങനെ ഓരോ ദിവസവും ഈ കുട്ടികൾക്ക് 3 നേരം ഇതേപോലെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ആ യുവതലമുറയെങ്കിലും പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ എത്രയോ വീടുകളിൽ നിന്ന് രാവിലെ വരുന്ന കുട്ടികൾ ഭക്ഷണം കഴിക്കാണ്ടാ വരുന്നതെന്നറിയാവോ? ഇന്നും ഉണ്ട്. അതേപോലെ ഇവത്തുങ്ങൾ രാവിലെ സ്കൂളിലോട്ട് ചെല്ലുമ്പം 2 ഇഡലി വീതം എടുത്ത് കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടായി. രാവിലെ അവിടെ പ്രാതലുണ്ട്, അവർക്ക് കൊച്ചുങ്ങൾ കഴിച്ചോട്ടെ. തിരിച്ചു പോരുമ്പോൾ അവർക്ക് 3 മണിക്ക് ഒരു ചായ കൊടുത്ത് സ്കൂൾ പിരിച്ചു വിടട്ടെ. ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം. അവർക്ക് ഈ ശിക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ വളരെ ഒന്നുമില്ല ആരോഗ്യവാന്മാരായിട്ടെങ്കിലും വളർന്നു വന്നേനെ എല്ലാണോ.
ഇവനെ പോലുള്ള ക്രിമിനൽസിനെയൊക്കെ പിടിച്ചോണ്ട് വെച്ചിട്ട് ഉപ്പൊഴിക്കാത്ത കഞ്ഞി വിളമ്പി കൊടുക്കണം ഇവനൊക്കെ. എന്നിട്ട് ഇവനെ ഒന്നും ജയിലിൽ നിന്ന് പുറത്തോട്ട് വിടരുത്. ജയിലിനകത്തോട്ട് കയറാൻ ഇവനൊക്കെ അറപ്പും വെറുപ്പും തോന്നണം. ആ രീതിയിലുള്ള ശിക്ഷാവിധികളാണ് ജയിലിൽ കൊടുക്കേണ്ടുന്നത്. അല്ലാതെ ജയിലിൽ കൊണ്ടിട്ടിട്ട് പോലീസുകാരുടെ ഹായ് മച്ചാ ബ്രോ ഡാ സുഖമാണോടാ, നീ പണ്ട് പോയപ്പോൾ നീ എന്ത് ചെയ്തടാ. നമുക്കൊക്കെ അറിയാം പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസുകാരുടെ നിലപാട്. ഇപ്പോൾ ഒരു പെണ്ണ് വീട്ടിൽ കിടന്ന് ഇടിയും കൊണ്ട് അക്രമവും കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടേ വെച്ച് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ചെന്നിട്ട് സാറേ എൻ്റെ ഭർത്താവ് ഡെയിലി എന്നെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുക എന്ന് ചോദിച്ചാൽ പോലീസുകാരൻ ഫസ്റ്റിലേ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന്. അപ്പോൾ പറയാം സാറേ 2 കൊച്ചുങ്ങളുണ്ട്. ഡെയിലി അടിച്ചെങ്കിൽ പിന്നെ ഈ മക്കൾ എങ്ങനെ ഉണ്ടായി? ഇതേപോലെ കുറേ അലമ്പന്മാരുണ്ട് ഈ പോലീസ് സ്റ്റേഷനകത്ത്. പോലീസുകാരിൽ നല്ല ആൾക്കാരും ഉണ്ട് ഇപ്പം കുറച്ചെണ്ണമൊക്കെ. ഭൂരിപക്ഷവും നാശം പിടിച്ചവന്മാരാ അലമ്പന്മാർ. ഇനി എന്തോ വന്നാലും എനിക്കിനിയിപ്പോൾ എന്ത് തന്നെ വന്നാലും എനിക്കതിനകത്തൊന്നും ഒരു പേടിയില്ല. കാരണം ഞാൻ ഇത് ഫേസ് ചെയ്ത ആളാ. ഞാൻ സ്റ്റേഷനിൽ കേസ് കൊടുപ്പ് നിർത്തിയതും അങ്ങനെയാണ്. ഇനി കേസ് വേണ്ടാന്ന് വെച്ചത് കാരണം ഇതേപോലെ ഓരോ പെറ്റീഷനുമായിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലും. അപ്പം പോലീസുകാരുടെ ഓരോ വൃത്തികെട്ട ചോദ്യങ്ങളുണ്ട് ഇങ്ങോട്ട് തിരിച്ച്. അപ്പം അങ്ങനെയുള്ള ഇവന്മാർക്ക് ജയിലിലൊരുത്തം കൊന്നിട്ട് എന്നാലും അവനോട് ചോദിക്കും, ഡാ മച്ചാ നീ എന്തിനാടാ അവളെ കൊന്നേ? അതോ സാറേ അവൾ അങ്ങനെ ആയിരുന്നു, അവൾ ഇങ്ങനെ നടന്നവളായിരുന്നു, അവൾ അങ്ങനെ ആയിരുന്നു. അപ്പോഴത്തേന് അവർക്കൊരു സുഖം, ഒരു ഹരം. അപ്പം ഇവനെ പോലുള്ളവന്മാരെ ജയിലിനകത്തിട്ട് തീറ്റി പോറ്റിച്ച് ഇവനൊക്കെ ഭക്ഷണവും കൊടുത്ത് ഇവനെയൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കി എടുക്കുന്നത് നമ്മുടെ സർക്കാരാണ്. ഇവനൊക്കെ ഉപ്പൊഴിക്കാത്ത കഞ്ഞി ഇട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ ഇവനൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയാൽ ഇതുപോലെ വീണ്ടും കുറ്റകൃത്യം കാണിച്ചേച്ചങ്ങ് ജയിലിനകത്തോട്ട് ചെന്ന് കയറത്തില്ല. പിന്നെ രണ്ടാമത് ഇവനൊക്കെ ഈ കാണിച്ചേച്ച് പോയ കുറ്റകൃത്യത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ, അളവ് മനസ്സിലാക്കാതെ ഇവനെയൊക്കെ അപ്പീലിന് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ളവർ പ്രമാണക്കെട്ടുമായിട്ട് പോവും വലിയ വലിയ വക്കീലന്മാരുടെ അടുത്തോട്ട്. എന്തോത്തിനാ? ചാവട്ടെന്ന് വെക്കണം ഇവനൊക്കെ എവിടെ കിടന്ന്. അതല്ല ഇവനെയൊക്കെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊലപാതകം കാണിച്ച് ഓരോ കുടുംബത്തെ അനാഥമാക്കി തീർത്തേം വെച്ച് പോയവനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പ്രമാണക്കെട്ടും പണയം വെച്ച് ലക്ഷക്കണക്കിന് നോട്ടിൻ്റെ കെട്ടുമായിട്ട് വലിയ വലിയ ആളൂര് പോലുള്ള വലിയ വലിയ വക്കീലന്മാരുടെ അടുത്തോട്ട് ചെന്ന് കയറി കൊടുക്കുന്നേ. ഇവൻ്റെ തള്ളയും നന്ദിയൊക്കെ കൂടെ ജനം പഞ്ഞിക്കിട്ടം കൊല്ലണം. കാര്യം അവർ പുറത്തുള്ളത് കൊണ്ടല്ലോ ഈ നാറിയവന്മാരെ ഇറക്കാനായിട്ട് പോകുന്നത്. ഇവരെയാണ് യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കുക. ഇവനെയൊക്കെ ഇങ്ങനെ ഇറക്കാൻ നടക്കുന്ന ആൾക്കാരെ ജനം കല്ലെറിഞ്ഞെങ്കിലും അങ്ങ് കൊല്ലണം. കൂടി നിന്നിട്ട് വെളിയിലിറങ്ങുന്ന നോക്കി നിന്നിട്ട് കല്ലെറിഞ്ഞും കൊല്ലണം. എന്തിനാ ഇങ്ങനെയുള്ളവനെയൊക്കെ ജന്മം കൊടുത്ത് സൃഷ്ടിച്ചതുമല്ല, നാടിന് ശാപമായിട്ട് വളർത്തിയതുമല്ല, വീണ്ടും ഒരു വീടിനെ നിരപരാധിയാക്കിയിട്ട് അവനൊക്കെ ജയിലിൽ പോയി കിടക്കുമ്പം അവിടെ സുഭിക്ഷവാവന് എങ്കിൽ പോലും പിന്നെയും പോവും. ഷാറേ എത്ര വേണ്ടെന്നേ, ഞങ്ങൾ തരാം. ഇല്ല കോടി വേണോ, മൊത്തം വിറ്റ് വേണോ? ഞങ്ങൾ എന്തോത്തിനാ അവനെ ഇറക്കി വെളിയിൽ കൊണ്ടുവരുന്നേ? എന്തോ ഒരു കാര്യം സാധിക്കാനാ? ഒരു കുടുംബത്തെ അനാഥമാക്കിയ ഇവന്മാരെയൊക്കെ വെളിയിലോട്ട് ഇറക്കിക്കൊണ്ടുവരുന്നത് എന്തോത്തിനാ നിങ്ങൾ? വീണ്ടും നിങ്ങൾ പാപം ചെയ്ത് ഇവനെയൊക്കെ ജനിപ്പിച്ച പാപവും നിങ്ങൾ ചെയ്ത്, വളർത്തിയതും ചെയ്ത്, ഇനിയും പിന്നെയും ഇവനെയൊക്കെ ഭാരമായിട്ട് നാടിനും വീടിനും ഭാരമായിട്ട് ഇറക്കൊണ്ട് വന്നൊരു പാപവും കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തുവാ? അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രണ്ട് സംഭവവും പോലീസിൻ്റെ അനാസ്ഥ മൂലം വന്നതാണ്. അതായത് ചേന്നമംഗലത്തും നെന്മാറയിലും ഈ നടന്ന 2 സംഭവവും ഋതു ജയൻ്റെ ആയാലും ചെന്താമരയുടെ ആയാലും 2 സംഭവവും നടന്നത് പോലീസിൻ്റെ അനാസ്ഥ മൂലം തന്നെയാണ്. പോലീസുകാരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ. അതായത് ഇവർ 2 കൂട്ടരും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തവരാ. ഞങ്ങൾക്ക് ജീവന് ഭീഷണി ഉണ്ടെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരുത്തൻ്റെ പേർക്കായിരുന്നെങ്കിൽ, പാവപ്പെട്ടവന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇത്രയും വധഭീഷണിയൊന്നും വേണ്ട. ഒരു നിസ്സാരപ്പെട്ട ഒരു സംഭവം അല്ലെ പോലീസുകാരനെ ആയിക്കോട്ടെ. ഒരു പോലീസുകാരനെ ഇപ്പം ഒന്ന് വണ്ടി നിർത്തിയില്ല, അവൻ കൈ കാണിച്ചൊന്നും വണ്ടി നിർത്തിയില്ല, അവൻ വണ്ടി വിട്ടുപോയി, അവൻ്റെ പുറകെ പോവും ചേസ് ചെയ്ത് അവനെ പിടിക്കുന്നു, അവനെ പിന്നെ ഇടിക്കുന്നു, അവൻ ആകെ ഹെൽമെറ്റ് ഇല്ലെന്നുള്ള ഒരു കുറ്റമായിരിക്കും അവൻ ചെയ്തത് ചിലപ്പം. അതുകൊണ്ടായിരിക്കും പാവപ്പെട്ടവൻ 500 രൂപ എടുക്കാനില്ലാഞ്ഞിട്ട് ഇവന്മാർ കൈ കാണിച്ചപ്പോൾ നിർത്താണ്ട് പോയത്. അവനെ ചേസ് ചെയ്തിട്ട് പിടിക്കുന്നു, പുറകിലിരുന്ന് മുതുകത്ത് അടിച്ചിടുന്നു, എന്തൊക്കെ കാണണം. എന്നിട്ട് പുറകെ പോയാൽ വെച്ച് അവനൊക്കെ എഴുതി കൊടുക്കുന്ന ഫൈനോ കുറ്റം എന്തുവാ? ഇവന്മാർ കൈ കാണിച്ചപ്പോൾ നിർത്തിയില്ല, അല്ലേ ഇവന്മാരെ ഒന്ന് എതിർത്ത് സംസാരിച്ചു. എഴുതി കൊടുക്കുന്ന ഫൈൻ എത്ര? അല്ലേ ചെയ്യുന്ന കുടുംബം കോഞ്ഞാട്ടയാക്കി നടക്കവന്മാർ വേലകൾ ഒപ്പിക്കത്തില്ലേ പോലീസുകാർ? അതേപോലെ അവരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ എന്തുകൊണ്ട് ഈ പോലീസുകാർ ആക്ഷൻ എടുത്തില്ല? ഇവന്മാരെ 2 എണ്ണത്തിനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തെല്ലാം വകുപ്പുകൾ എഴുതി വെക്കാം. എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ
ഇവന്മാരെ അറസ്റ്റ് ചെയ്തെടുത്തിരുന്നെങ്കിൽ, അല്ലെ ഇവന്മാരുടെ പേർക്ക് ഏതെങ്കിലും രീതിയിലുള്ള വകുപ്പുകൾ എഴുതി വെച്ച് ഇവന്മാരെ ഒരുത്തൻ ജാമ്യത്തിൽ ഇറങ്ങിയവനല്ലയോ? ജാമ്യത്തിൽ ഇറങ്ങിയവനെ കൊണ്ട് വീണ്ടും ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവനെ വേറെ എന്തെല്ലാം ഇവർക്കറിയാം. ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമയ്ക്കാനും എല്ലാം ഇവർക്കറിയാമല്ലോ. അപ്പോൾ ഈ വകുപ്പുകൾ എഴുതി ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെ ഇവനെ വേണ്ടുന്നത് പോലെ വിളിച്ച് ഇവനെ വിലക്കിയിരുന്നെങ്കിൽ, ഇവനെ വിളിച്ച് എടാ നീ അങ്ങനെ ചെയ്യല്ലേടാ എന്ന് പറയുന്നതും പോത്തിൻ്റെ മറ്റേടത്ത് നിന്ന് വേദം ഒന്നുപോലായിപ്പോയി. എന്തായാലും പോലീസുകാർ വിചാരിച്ചപ്പം 2 കുഞ്ഞുങ്ങൾ, മൊത്തം 4 കുഞ്ഞുങ്ങൾ വഴിയാധാരമായി. ഇവനെയൊക്കെ ഇട്ട് തീറ്റി പോറ്റി നാടിനും വീടിനും കൊള്ളാത്തവന്മാരാക്കി ഇങ്ങനെ വളർത്തിയെടുക്കുന്ന നമ്മുടെ ഈ കേരള സർക്കാർ, എനിക്ക് എല്ലായിടത്തും ജയിലിൽ ഇങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മെയിനായിട്ട് ഈ കേരള സർക്കാർ ഇങ്ങനെ ചെയ്യുന്നതിനിപ്പം എൻ്റെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയി. എന്നാലും ഞാൻ പറയും, കേരള സർക്കാർ ഇങ്ങനെ ചെയ്യുന്നതിനകത്തൊരു വലിയ കാര്യമുണ്ട് കേട്ടോ. കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉപ്പില്ലാത്ത കഞ്ഞി കൊടുത്താലേ കട്ടെടുക്കാനൊക്കത്തില്ല. ഉപ്പില്ലാത്ത കഞ്ഞി ഒഴിച്ചു കൊടുത്താൽ, കാരണം ഉപ്പില്ലാത്ത ഒരു ചാക്ക് അരിക്കും ഉപ്പില്ല. ആ ഒരു ചാക്ക് അരി ഇട്ട് വെള്ളത്തിനകത്തിട്ട് അലമ്പി തിളപ്പിച്ച് ഇവനൊക്കെ കോരി ഒഴിച്ച് കൊടുക്കുമ്പം വന്ന ആ ഒരു ചാക്ക് അരിയുടെ വിലയേ ആവുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിനകത്തുനിന്ന് ജയിലിലേക്ക് എത്ര ചാക്ക് അരി എടുത്തു എന്നുള്ള കണക്ക് മാത്രം മതി ജയിലിൽ കിടക്കുന്നവന്മാർക്ക് കൊടുത്താലേ. അപ്പം കട്ട് മുടിക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ കള്ളക്കണക്ക് എഴുതി കട്ട് മുടിക്കാൻ വേണ്ടിയിട്ട് അവന്മാർക്ക് ഇങ്ങനെ സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്നേ. അതാകുമ്പോൾ എഴുതാം 100 മുട്ട, ചിലപ്പോൾ 50 മുട്ട എടുത്ത് കാണും. 100 മുട്ട 2.5 കിലോ, അല്ലേ പോട്ടെ 250 കിലോ ആട്, 250 കിലോ പോയിട്ട് 50 കിലോ ആടേ കാണൂ. അതിനകത്ത് ഇച്ചിരി ഉള്ളിയും ചാറും ഇട്ട് കലക്കി 2 കഷ്ണമായിരിക്കും ഈ ജയിലിലെ പ്രതികൾക്ക് കൊടുത്ത് കാണുന്നേ. പക്ഷെ കണക്ക് വരുമ്പോഴോ 250 കിലോ ആട്, 200 കിലോ ആടിൻ്റെ കാശ് അവന്മാരുടെ കീശയിലിരിക്കും. അതുപോലെ ഓരോന്നും സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കുന്നതിൻ്റെ പിന്നിലെ കാരണം അത്. അതേസമയം സ്കൂളിലെ പിള്ളേർക്ക് കൊടുത്താലേ അത് പിള്ളേർ തിന്നും, അല്ലെങ്കിൽ അത് സാറുമാരുടെ കയ്യിലില്ലയോ എത്തുന്നേ. ഇത്രയും കൊടുക്കടേ എന്ന് പറഞ്ഞ് കൊടുത്താൽ ഓരോ സ്കൂളിലെയും പ്രഥമ അധ്യാപകന്മാരുടെ കയ്യിലല്ലയോ എടുക്കുന്നത്. ഇതാകുമ്പോൾ ഇവർക്ക് ഡയറക്റ്റ് മോട്ടിക്കാം. അതിൻ്റെ പിന്നിൽ നമ്മുടെ ഗവൺമെൻറ്റും സർക്കാരും പിന്നെ എന്തോ പറയേണ്ടത്, അതിനെ വലിയ കൂടിയ ആൾക്കാരും ഒക്കെ കാണും. അതുകൊണ്ടാണ് ഈ ജയിലിൽ ഇത്രയും സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കുന്നത്, മോട്ടിക്കാൻ വേണ്ടിയിട്ട്, കക്കാൻ വേണ്ടിയിട്ട്. കള്ളന്മാരെക്കാട്ടി വലിയ കള്ളന്മാരാ നമ്മുടെ സർക്കാർ കള്ളരെക്കാട്ടിലും വലിയ കള്ളർ. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് മോട്ടിച്ചെങ്കിലേ ജീവിക്കാൻ നോക്കൂ. അതിനുവേണ്ടി കള്ളക്കണക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജയിലിൽ ഇത്രയും സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്നത്. എങ്കിലല്ലേ 250 കിലോ ഇറച്ചി, ഇന്ന് ഞങ്ങൾ ജയിലിൽ 250 കിലോ ഇറച്ചി ചോദിച്ചാൽ 50 കിലോ വേവിക്കും, 200 കിലോയുടെ കാശ് അവരുടെ കീശയിൽ. പിറ്റേന്ന് ഞങ്ങൾ 300 മുട്ട ജയിലിലെ പ്രതികൾക്ക് കൊടുത്തു. 300 മുട്ട എവിടുന്ന 30 മുട്ട മൊത്തത്തിൽ ഇട്ട് ഉള്ളിക്കകത്തിട്ടൊന്ന് തോരൻ വെച്ച് കൊടുത്ത്. കണക്കെഴുതുമ്പോഴോ ബാക്കി 270 മുട്ടയുടെ കാശ് കീശയിൽ. അപ്പോൾ കക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം ഇവന്മാർക്ക് കൊടുക്കുന്നത് എന്നേ ഞാൻ പറയത്തുള്ളൂ. അത് തന്നെയാണ് സത്യവും. അപ്പോൾ ഓക്കെ, നമ്മുടെ പോലീസുകാരുടെ ഉത്തരവാദിത്തം കൂടിയിട്ട് പാവപ്പെട്ട 4 കുഞ്ഞുങ്ങൾ അനാഥമായി പോയി. ഇനി നിങ്ങൾ ഇവന്മാരെ ഇങ്ങനെ താങ്ങി തങ്കക്കുടങ്ങളെ പോലെ കൊണ്ടുവരുന്ന തെളിവെടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ വലയം വെച്ച് ആരും പിടിക്കല്ലേ തൊടല്ലേ. യഥാർത്ഥത്തിൽ എന്തിനാ നിങ്ങൾ ഇങ്ങനെയുള്ളവന്മാരെ ഇങ്ങനെ സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നേ? ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇച്ചിരി നേരം കണ്ടില്ലെന്ന് വെച്ച് ഒന്ന് ഒഴിഞ്ഞുകൊട്. ഇവനെയൊക്കെ ചവിട്ടി തേച്ച് ഇഞ്ച പരുവാക്കി പ്രാണനാക്കി നമ്മുടെ ജനങ്ങൾ തരും. നിങ്ങൾക്ക് ആൾക്കാരെ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? എന്തിനാ ഇവനെയൊക്കെ ഇട്ട് ഇങ്ങനെ തീറ്റി പോറ്റുന്നേ? അല്ലേ കൊള്ള ഇവനെയൊക്കെ ഒറ്റ വെടിക്ക് കൊന്നു കളയണം. അല്ലെങ്കിൽ ഇവനെയൊക്കെ ഇഞ്ചായിട്ട് കുറേശ്ശെ അല്ലെങ്കിൽ ശരിയായിരുന്നു. ജയിലെന്നൊക്കെ പറയുമ്പം ഇഞ്ചായിട്ട് ഡെയിലി ഒരു ചൂരലിൻ്റെ അടി ഇവന്, ഡെയിലി പൗപ്പത്തടി, ഡെയിലി ദിവസം. അതായത് 1 അടി 10 അടി പൊട്ടി അത് തോരുന്നതിന് മുമ്പേ അപ്പോഴും പോവും ജയിലിൽ. അപ്പോഴത്തേനും ഞങ്ങൾ കോടതിയിലെത്തും ഞങ്ങളെ ജയിലിൽ ഉപദ്രവിക്കുന്നെന്നും പറഞ്ഞു. ഇതേപോലെയൊക്കെ ശിക്ഷാവിധി നടപ്പിലാക്കണ്ട. ഇങ്ങനെ കൊന്നിട്ട് വരുന്നവനെ ഒന്നും ഒരിക്കലും പുറത്തോട്ട് ഇറക്കി വിടരുത്. കൊന്നിട്ട് വരുന്നവന്മാർക്ക് ഒരിക്കലും സുഭിക്ഷമായ ഭക്ഷണവും കൊടുക്കരുത്. എന്തോ ആയാലും കേരളത്തിലെ ഇന്ത്യയിലെ ഈ നിയമവ്യവസ്ഥ കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്കും ജീവനും സമ്പത്തിനും ഒന്നും ഒരു വിലയുമില്ല. ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാ എണ്ണവും ഇങ്ങനെയൊക്കെ തീരത്തേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എനിക്ക് വൈകാരികമായിട്ട് എന്തൊക്കെയോ പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, ലവ് യു ഓൾ.